ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, കാഞ്ഞിരപ്പള്ളിക്കടുത്ത്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് കല്യാണി സുരേഷാണ്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 696 മാർക്ക് കരസ്ഥമാക്കി ഒരു മികവാർന്ന വിജയം സാധ്യമാക്കിയിട്ടുള്ള വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റർ സ്റ്റുഡന്റ് ആയിരുന്നു കല്യാണി. അപ്പോൾ നമുക്ക് കല്യാണിയോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് മോളുള്ളത്. മോളെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പിന്നെ എന്താണ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം എന്ത് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു? സന്തോഷം. എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരും ഹാപ്പിയാണ്. ക്ലാസ് ടീച്ചറിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചറിയിച്ച എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എല്ലാരും ഹാപ്പി. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഏതായിരുന്നു മോള് ഹോസ്റ്റല്? ഫ്ലോറ. എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ജീവിതം? ഹോസ്റ്റല് ക്യാമ്പസിനകത്ത് തന്നെയായിരുന്നു. ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു. അത് പെട്ടെന്ന് തന്നെ വരാനും പോകാനൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ഹോസ്റ്റൽ വാർഡൻ എപ്പോഴും പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യവും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ റൂംമേറ്റ്സ് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. മൊത്തത്തിൽ നല്ലതായിരുന്നു. ഈ 696 അത് 690+ എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം സ്കോർ ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു, അപ്പോൾ എങ്ങനെയായിരുന്നു മോൾക്ക് അത്രയും നല്ലൊരു സ്കോറിലേക്കൊക്കെ വരാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയപ്പം ഒരു 675, 690, 700 തന്നെ മാർക്ക് കിട്ടിക്കൊണ്ടു. മോഡൽ എക്സാംസ് ഒക്കെ ലാസ്റ്റ് ആയപ്പം അങ്ങനെ കിട്ടുമായിരുന്നു. പിന്നെ ഡെയിലി പഠിപ്പിക്കുന്ന അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു അല്ലെ? എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മുമ്പോട്ട്. അപ്പൊ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് ഉള്ളൊരു വരണം എന്നുള്ളൊരു ആഗ്രഹം, പ്രത്യേകിച്ച് MBBS തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മോൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അത് അച്ഛൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ അങ്ങനെ ഡോക്ടേഴ്സ് അധികം ഇല്ല. കുടുംബത്തിലൊന്നും വേറെ ഡോക്ടർമാരില്ല. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. പിന്നെ കുഞ്ഞിലെ തൊട്ട് ഇത് തന്നെയായിരുന്നു എന്റെ ഡോക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം. എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെയല്ല, കുഞ്ഞിലെ തൊട്ടേ ഓരോ മൂവീസ് ഒക്കെ കാണുമ്പോഴും അങ്ങനെ ഇൻസ്പയർ ആയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇപ്പോ മോളുടെ ഒരു പഠിക്കുന്ന ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഒരു ടൈം ടേബിൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ടായിരുന്നോ? ബ്രില്യന്റിലെ എക്സാംസിന് വേണ്ടി പഠിക്കുക, അത് അങ്ങനെയായിരുന്നു. അതായത് വീക്കിലി എക്സാംസിന് വേണ്ടി വീക്കിലി എക്സാമിന് ആ ചാപ്റ്റർ എഴുതാൻ പോകുമ്പോൾ അതിന് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസും ചെയ്ത് NCERT പറ്റുന്ന അത്രയും വായിച്ച് അങ്ങനെ പോകും. ഏതായിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി? ഫിസിക്സ് ഇഷ്ടമായിരുന്നല്ലേ? നമ്മള് സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? 11th 12th പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി. 11th 12th മറ്റേ പ്രൈമറി സ്കൂളിംഗ് ഒക്കെ ആദ്യമേ സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ മുണ്ടക്കയത്തായിരുന്നു. പിന്നെ 10th ഇവിടെ ഗ്രേസി മെമ്മോറിയലിലായിരുന്നു. ബ്രില്യന്റിനെ കുറിച്ച് പറയുമ്പോൾ മോൾക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ബ്രില്യന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മോശം അഭിപ്രായം ഇല്ല. ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും ചില ചാപ്റ്റേഴ്സ് ഒക്കെ ആ ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും വൃത്തിക്ക് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശംഭു എന്ന് പറയുന്ന സാർ ഫിസിക്സിന്റെ കറന്റ് ഇലക്ട്രിസിറ്റി എടുത്ത സാറാണ്. പിന്നെ ജിതേന്ദ്ര എന്ന് പറയുന്ന സാറ് ഫിസിക്സ് പഠിപ്പിച്ച. പിന്നെ അങ്ങനെ ഒത്തിരി സാർമാരുടെ പേരൊക്കെ ഓർത്ത് പറയണമെന്നൊക്കെ ഓർത്ത ശരി. ഓക്കെ. പിന്നെ ഇപ്പം ഹോസ്റ്റലിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൂംമേറ്റ്സ് ആയിട്ടായിരുന്നു. അധികം പുറത്തു കൂടെ അങ്ങനെ സംസാരിക്കത്തില്ല. എങ്കിലും എന്റെ ക്ലാസ്മേറ്റ്സ് തന്നെയായിരുന്നു റൂംമേറ്റ്സും. അപ്പൊ അവരുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ. ഏതായിരുന്നു മോളുടെ ക്ലാസ് ബാച്ച്? Q44. ക്ലാസ് ടീച്ചർ ആരായിരുന്നു? ജോർജ് സർ. എങ്ങനെയുണ്ട് സാറിന്റെ? സാറാണ് ക്ലാസ്സിൽ എല്ലാവർക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിൽ സാറിന്റെ അടുത്താ പറഞ്ഞോണ്ടിരുന്നത്. സാർ ഇങ്ങനെ ഒരു ചേട്ടനെ പോലെ ആയിരുന്നില്ല. ഈ ചില സമയത്ത് നിങ്ങളുടെ മാർക്ക് കുറയുന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരത്തില്ലേ? അങ്ങനെ ടെൻഷൻ സാർ ഒരു രീതിയിൽ ടെൻഷൻ അടിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. കൂടുതൽ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരുമായിരുന്നല്ലേ സാർ? റിയലിസ്റ്റിക് ആയിട്ട് സാർ എല്ലാ കാര്യവും പറഞ്ഞു തരും. എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പ്ലാൻ പറഞ്ഞു തരും. ഇപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സോൾവ് ചെയ്ത് തരും. എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെ? ഒരു വർഷത്തേക്ക് നമ്മൾ മാറി നിൽക്കണം. അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം റൂംമേറ്റ്സ് അത്ര കൂട്ടായിരുന്നു. അപ്പൊ ഇനി മോൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരു മനസ്സിലൊരു ഡ്രീം ക്യാമ്പസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏത് മെഡിക്കൽ കോളേജാണ്? എനിക്ക് കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം, കോഴിക്കോട് 2 ക്യാമ്പസ് ആണ് ഇഷ്ടം. ട്രിവാൻഡ്രം, കോഴിക്കോട് കേരളത്തിലെ തന്നെ ബെസ്റ്റ് ക്യാമ്പസുകളിൽ തന്നെ സെലക്ട് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് പുതിയ കുട്ടികളുണ്ട്, അതായത് പുതിയ ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. നീറ്റ് 2025 വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താണ് മോൾക്ക് പറയാനുള്ളത്? ഡെയിലി പഠിപ്പിക്കുന്നത് അങ്ങനെ അന്ന് തന്നെ പഠിച്ചു പോവുക. പിന്നെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് തിരിച്ച് വന്ന് ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ, വീട്ടിലാണെങ്കിൽ അങ്ങനെ വന്ന് ചെയ്ത് നോക്കുക. ബ്രില്യന്റിലെ മെറ്റീരിയൽസ് മാത്രം ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. അത് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം മാർക്കിനുള്ളതായി. പിന്നെ ആവശ്യമായ ടെൻഷൻ അടിക്കല്. ടെൻഷൻ അടിച്ചാൽ മൊത്തം പോയും. പിന്നെ ഡൗട്ട് ചെയ്യില്ല. ബ്രില്യന്റ് പറയുന്ന പോലെ മാത്രം ചെയ്തു പോവുക. ഡെയിലി പഠിക്കുക. NCERT ഫോക്കസ്. എല്ലാവരും NCERT പറയുമ്പോൾ അത് കേട്ട് ഇതിലേക്ക് ഇറക്കി വിടും. ബയോളജി മാത്രം NCERT ഫോക്കസ്. ഞാനാണെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ പോലും നോട്ട് പഠിക്കാതെ എപ്പോഴും NCERT തന്നെ വായിക്കുമായിരുന്നു. ഫിസിക്സ് NCERT നോക്കും. NCERT ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇത്തവണത്തെ നീറ്റും പോലെ തന്നെ ഇനിയും വരുന്ന സിമ്പിൾ ആയിരിക്കും അല്ലേ? മോൾക്ക് എക്സാം സെന്റർ എവിടെയായിരുന്നു?
എനിക്ക് ചിന്മയ വിദ്യാലയ കോട്ടയം. കോട്ടയം തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ. വീട്ടിൽ നിന്നാണോ പോയത്? ആ. സാറിന്റെ പേര്? എൻ്റെ പേര് സുരേഷ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആരോഗ്യവകുപ്പിൽ പബ്ലിക് ഹെൽത്തിന് ജില്ലാ ഓഫീസറായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ കല്യാണിയുടെ അമ്മ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല, ജോലിക്ക് വർക്കിന് പോയിരിക്കുകയാണ്. അമ്മ എന്താണ് ചെയ്യുന്നത്? കേരള ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറാണല്ലേ? എവിടെ? കുട്ടിക്കാനം. കുട്ടിക്കാനത്ത് അല്ലേ? അപ്പോൾ മോൾക്ക് ഇപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടി, നല്ല റാങ്ക് കിട്ടി, പിന്നെ ഇപ്പോൾ ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിലേക്ക് ചൂട് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ് ഒരു അച്ഛൻ എന്ന നിലയിൽ സാറിന് പറയാനുള്ളത്? നല്ലപോലെ പഠിക്കുക, MBBS നല്ലൊരു നിലയിൽ പാസ്സാകുക, PG കൂടെ ചെയ്യുക, നല്ലൊരു ഡോക്ടറായിട്ട് ജീവിക്കുക. കുടുംബത്ത് വേറെ ഡോക്ടർമാരൊന്നും? കുടുംബത്ത് ഒരാളുടെ ഉണ്ട്. ഒരാളുണ്ട്. അവര് പക്ഷെ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഒരാളുണ്ട്. ബാക്കി എല്ലാ എഞ്ചിനീയർമാരാണ് 8-10 പേരുണ്ട്. ഡോക്ടറായിട്ട് അങ്ങനെ ആരുമില്ലായിരുന്നു, ഈ ഒരാളെ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ MBBS എന്നുള്ളൊരു ആഗ്രഹം മോള് ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പെട്ടെന്ന് നിങ്ങൾ? അല്ല, അവള് ഈ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണല്ലോ, ആരോഗ്യവകുപ്പാണല്ലോ. അത് തന്നെയാണ് ഒരു സ്വാഭാവികമായിട്ടും ഞങ്ങളെ സെക്ഷനിലുള്ള എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്. ആരോഗ്യവകുപ്പ് എല്ലാവർക്കും. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ എല്ലാ മക്കളും തന്നെ MBBS പഠിക്കുക, MBBS പഠിക്കുന്നത്. ഞാൻ ഇവളുള്ളത് പ്രത്യേകിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല, അത് ഇതിന്റെ പഠിക്കണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മോളുടെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു. നീറ്റ് എഴുതാൻ ഞാൻ പറഞ്ഞു, നീറ്റ് എഴുതുക, ജയിക്കുക, അത്രയും പറഞ്ഞോളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കല്യാണിയുടെ 2 സഹോദരന്മാരാണ്. മോന്റെ പേര്? കിരൺ സുരേഷ്. ഇപ്പൊ എത്രയിലാണ്? ഞാൻ +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. എഞ്ചിനീയറിംഗ് ചേർന്നല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് മോനിപ്പം നമ്മുടെ ചേച്ചിയുടെ വിജയത്തിൽ പങ്കുവെക്കാനുള്ളത്? അവള് അത്യാവശ്യം പഠിച്ചു, അതുകൊണ്ട് അതിനുള്ള മാർക്ക് കിട്ടി. പിന്നെ സന്തോഷം. ചേച്ചി ഒരു വലിയൊരു ഡോക്ടറൊക്കെ ആയി വരുമ്പോഴത്തേക്കും മോനൊരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അത്? പിന്നെ ഉറപ്പായും. മോന്റെ പേരെന്നാ? മിലൻ സുരേഷ്. എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 4E. 4th-ലാണ്. ചേച്ചി പഠിപ്പിച്ചൊക്കെ തരാറുണ്ടോ? പറഞ്ഞൊക്കെ തരാറുണ്ടോ? ഏത് സബ്ജക്റ്റാ? ഞാൻ ഇംഗ്ലീഷ് എല്ലാം പറയും. എല്ലാം പറഞ്ഞു തരും അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഇപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടി, ഇനിയിപ്പോ ഒരു ഡോക്ടറൊക്കെ ആവാനായിട്ട് പോവുകയാണ്. മോൻ എന്താ പറയാനുള്ളത്? എനിക്ക് സന്തോഷമുണ്ട്. ചേച്ചി ഡോക്ടർ ആണോന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അതിന്? അതുപോലെ മോന് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ചേച്ചിയെ പോലെ ഡോക്ടർ ആവണമെന്നാണോ ആഗ്രഹം, അതോ എഞ്ചിനീയർ ആവണമെന്നാണോ, അതോ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ മനസ്സിൽ? സയന്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം അല്ലേ? ഓക്കെ. അതെന്താണ് അതിന്റെ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? ഞാൻ കുഞ്ഞിലെ തന്നെ കുറെ സിനിമകൾ കാണുമായിരുന്നു. അപ്പം അതേ സയന്റിസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഒരാഗ്രഹം തോന്നിയല്ലേ അവരെ പോലെ ആവണമെന്ന്? ഓക്കെ. നമ്മളപ്പോൾ ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി അഡ്മിഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണ്, അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും ഭാവി ജീവിതത്തിലൊക്കെ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് മോൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.